Hello everyone, welcome back to our channel. ഓക്കെ, അപ്പം നമ്മുടെ മൊഡ്യൂൾ 2-ന്റെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 3/3 ഓഫ് മൊഡ്യൂൾ 2 എന്റർപ്രണർഷിപ്പ് ആൻഡ് IPR. ഇതിൽ കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ് ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, അപ്പോൾ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് സ്റ്റഡിങ് ദ കോമ്പറ്റീറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്ട്രെങ്ത് വീക്ക്നെസ് കമ്പയർ ടു യുവർ ബിസിനസ്. അപ്പം നമ്മുടെ ബിസിനസ്സിന് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക. ആരൊക്കെയാണ് സെയിം കൈൻഡ് ഓഫ് ബിസിനസ്സുകൾ ചെയ്യുന്നത്, അവരുടെ സ്ട്രെങ്ത് ആണ്, അവർ ഏതൊക്കെ പോയിന്റ്സിലാണ് വീക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ വീക്ക് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ബെറ്റർ ആക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നന്നാവും. അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്തനായിട്ടുള്ള പോയിന്റിനെ എങ്ങനെ വേറെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാൻ നോക്കിയാലും നമ്മുടെ പ്രൊഡക്റ്റ് അടിപൊളിയാവും. നെക്സ്റ്റ് വൺ ഇസ് ടൈപ്പ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ പ്രൊഡക്റ്റ്, സിമിലർ സർവീസ്, ടാർഗറ്റ് ദ സെയിം കസ്റ്റമേഴ്സ്, അതാണ് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആയിരിക്കും കോമ്പീറ്റ് ബട്ട് ദ സെയിം കസ്റ്റമർ നീഡ്, കസ്റ്റമറിന്റെ സെയിം നീഡ് സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിരിക്കും ഇൻഡയറക്റ്റ് കോമ്പറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആയിട്ട് വരുന്നവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് എങ്ങനെ നടത്തണം? ഫസ്റ്റ് വൺ ഇസ് നമ്മൾ കോമ്പറ്റീറ്റർ ആരൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യണം. റിസർച്ച് ദ മാർക്കറ്റ്, കസ്റ്റമർ ഫീഡ്ബാക്ക്, സെയിൽസ് ടീംസിന്റെ ഇൻസൈറ്റ്സ്, ഓൺലൈൻ സെർച്ച്, സോഷ്യൽ മീഡിയ അനാലിസിസ്, ഇതൊക്കെ വഴി നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റർ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. Then research the competitors, website analysis, content and marketing, social media activity ഒക്കെ വഴി റിസർച്ച് ചെയ്യണം. Then evaluate the competitors, business മോഡലുകൾ, വാല്യൂ പ്രൊപ്പോസിഷൻ, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതൊക്കെ മനസ്സിലാക്കണം. Then നെക്സ്റ്റ് വൺ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സോട്ട് അനാലിസിസ്. ദാറ്റ് ഇസ് അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഇതൊക്കെ അനലൈസ് ചെയ്യണം. ദെൻ കമ്പയർ. അതിനുശേഷം നമ്മൾ ഗ്യാപ്പും അവരുടെ ഗ്യാപ്പും ഐഡന്റിഫൈ ദ ഗ്യാപ്പ്, ഇംപ്രൂവ് ദ ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ 5 steps ആണ് ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി കോമ്പറ്റീറ്റർ പ്രൊഫൈലിംഗ്. കോമ്പറ്റീറ്റർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Competitive profiling is analyzing detailed information about the competitors to understand their strategy and performance. അപ്പോൾ കോമ്പറ്റീറ്റർമാരുടെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻ അബൌട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് അനലൈസ് ചെയ്യുക, ടു അണ്ടർസ്റ്റാൻഡ് അവരുടെ സ്ട്രാറ്റജിയും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കളക്ട് ആൻഡ് അനലൈസ് ദ ഡേറ്റ. ബാക്കിയുള്ള പ്രോസസ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി ബെനിഫിറ്റ് എന്താണ്? കോമ്പറ്റീറ്ററിന്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇൻസൈറ്റ്സ് വെച്ചിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ നമ്മൾ കുറെ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടും. ഓക്കെ, ഇംപ്രൂവ്സ് ദ ബിസിനസ് സ്ട്രാറ്റജി, ഇൻക്രീസ് ദ സെയിൽസ്, ബെറ്റർ കസ്റ്റമർ സർവീസ്. ദെൻ എലമെന്റ്സ് ഓഫ് കോമ്പറ്റീറ്റർ പ്രൊഫൈലിംഗ്. എന്താണ് കോമ്പറ്റീറ്റർ പ്രൊഫൈലിംഗിന്റെ എലമെന്റ്സ്? ഫസ്റ്റ് വൺ, ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവണം. നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ, അതിന്റെ റവന്യൂ സോഴ്സുകൾ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജുകൾ. ദെൻ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ്, ദാറ്റ് ഇസ് മാർക്കറ്റ് പ്ലേയേഴ്സ്, ആരൊക്കെയാണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റിലുള്ളത്, ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്, ഫ്യൂച്ചർ പ്ലാൻസ്. ദെൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, അതിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻ, ഓൾട്ടർനേറ്റീവ്സ്, കാര്യങ്ങൾ. ദെൻ ടാർഗറ്റ് മാർക്കറ്റ് മീൻസ് നമ്മുടെ കസ്റ്റമർ ടൈപ്പ്, കസ്റ്റമർ നീഡ് ആൻഡ് ബിഹേവിയർ, ബൈയിങ് പാറ്റേൺസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇവിടെ പറയുന്നത് കീ അഡ്വാൻറ്റേജസ്, ദാറ്റ് ഇസ് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് എവിടെയൊക്കെയാണെന്നുള്ളതാണ് പറയേണ്ടത്. ഇനി മെത്തേഡ്സ് ടു അനലൈസ് ദ കോമ്പറ്റീറ്റേഴ്സ്, ദാറ്റ് ഇസ് വെബ്സൈറ്റ് അനാലിസിസ് ഉണ്ട്, മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, കസ്റ്റമർ റിവ്യൂ, സർവേ, എംപ്ലോയി ഇൻസൈറ്റ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. എന്ത്? കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇനി കീ ഫാക്ടേഴ്സ് ഓഫ് അനലൈസ്. ഇങ്ങനെ അനലൈസ് ചെയ്തതുകൊണ്ട് എന്താണ് ഗുണം? കണ്ടന്റ് മെസ്സേജിങ്, വെബ്സൈറ്റ് ഡിസൈനിങ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പ്രൊഡക്റ്റിന്റെ ഓഫേഴ്സ്, പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്? കോമ്പറ്റീറ്ററിനെ നോക്കും, അവർ എത്ര പ്രൈസിനാണ് സെല് ചെയ്യുന്നത്, അവരുടെ ഓഫേഴ്സ് എങ്ങനെയാണ്, അവരുടെ കസ്റ്റമർ റിവ്യൂസ് എങ്ങനെയാണ്, അവരുടെ മാർക്കറ്റ് സൈസ് എങ്ങനെയാണ്, അവർ പോസ്റ്റ് ചെയ്യുന്ന റീൽസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കുമല്ലോ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും അനലൈസ് ചെയ്യും. അപ്പോൾ ലൊക്കേഷൻ ഓഫ് കോമ്പറ്റീറ്റർ, ഇൻഡസ്ട്രി ടൈപ്പ്, സൈസ്, മാർക്കറ്റ് പൊസിഷനിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോമ്പറ്റീറ്റർ അനാലിസിസ് ഹെൽപ്സ് ദ ബിസിനസ്സസ് ടു ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ്, ഇംപ്രൂവ് സ്ട്രാറ്റജീസ് ആൻഡ് ഗെയിൻ ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇതിലൊരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോഫി ഷോപ്പ് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്.
അതിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ കോഫി ഷോപ്പാണ്. അപ്പൊ കോമ്പറ്റീറ്റർ ആരൊക്കെയാ? നമ്മുടെ നിയർ ബൈ ഉള്ള കഫേസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റർ. ഇനി ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലെ. അപ്പൊ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരാന്ന് നോക്കാം, കോഫി ഷോപ്സ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കോഫി അല്ല അവരുടെ പ്രൈമറി പ്രൊഡക്റ്റ്, എന്നാലും കോഫി കൊടുക്കും. ദാറ്റ് ഇസ് ഇപ്പൊ ഒരു ജ്യൂസ് ബാറിൽ കോഫി കൊടുക്കാം, ബേക്കറിയിൽ കൊടുക്കാം, ഫുഡ് ഔട്ട്ലെറ്റ്സിൽ കോഫി കൊടുക്കാം. ഇനി റിസർച്ച് കോമ്പറ്റീറ്റേഴ്സ്, റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ മെനു എങ്ങനെയാ, അവരുടെ പ്രൈസിങ് എങ്ങനെയാ, അവർ കൊടുക്കുന്ന ഓഫേഴ്സ് എങ്ങനെയാ, അതുപോലെ തന്നെ അവർക്ക് വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടോ, കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എങ്ങനെയാണ്, വേണമെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ നമ്മളൊരു അവിടുത്തെ ഒരു വൈബ് എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് ആൾക്കാർ ചെല്ലും അല്ലെ. ഇതൊന്നും എക്സാമിന് എഴുതാനല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വൈബ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ദെൻ ഇവാലുവേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്, കോമ്പറ്റീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. ഒരു കോമ്പറ്റീറ്ററെ കോമ്പറ്റീറ്റർ ബി വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇതിന് നമുക്ക് ഫസ്റ്റ് നോക്കും പ്രൈസ്. ഓക്കെ, പ്രൈസ്, അവരുടെ പ്രൈസ് ഹൈ ആണ്, ഇപ്പുറത്ത് മീഡിയം മോഡറേറ്റ് ആണ്. ക്വാളിറ്റി, കോമ്പറ്റീറ്റർ പ്രീമിയം ആണ്, ഇവിടെ ഗുഡ്. ലൊക്കേഷൻ ഇവരുടെ പ്രൈം ലൊക്കേഷൻ ആണ്, ഇവരുടെ ആവറേജ്. സർവീസ് എങ്ങനെയാണ്, ഫാസ്റ്റ് ആയിട്ടാണോ കോഫി സെർവ് ചെയ്യുന്നത്, സ്പീഡ് ആയിട്ടാണോ, അങ്ങനെ ഒരു അനാലിസിസ് നടത്തും. ഓക്കെ, ദെൻ സോട്ട് അനാലിസിസ് ആണ് അടുത്തത് ചെയ്യുന്നത്. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ട്രെൻഡ്സ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ട്രെൻഡ്സ്, ഇങ്ങനെ വെച്ചൊരു സോട്ട് അനാലിസിസ് നടത്തും. അപ്പൊ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബ്രാൻഡ് ആണ്, നല്ല ആംബിയൻസ് ഉണ്ട്, പ്രൈം ലൊക്കേഷനിൽ തന്നെ എന്ന് വിചാരിക്കാം. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എല്ലാവരും കൊണ്ട് അഫോർഡബിൾ ആവില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള മെനു ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് എന്തുണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലെ, നമുക്ക് ഈ ഏരിയാസിൽ ഇംപ്രൂവ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡെലിവറി പറ്റും. ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ കഫേ ഓപ്പൺ ചെയ്താൽ അതിനൊരു നമുക്കൊരു ത്രെട്ടാണ് അല്ലെ. ഇനി കമ്പയർ ആൻഡ് ഇംപ്രൂവ്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം, ലോ പ്രൈസ് ആയിരിക്കണം, അത്യാവശ്യം ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്നത്, ബെറ്റർ കസ്റ്റമർ സർവീസ്, പിന്നെ യുണീക്ക് മെനു ഐറ്റംസ്. അതായിരിക്കണം നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഇനി കോമ്പറ്റീറ്റീവ് പ്രൊഫൈലിംഗ് പറയുകയാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം, യുവർ മൊബൈൽ ബ്രാൻഡ്. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ മേജർ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ആണ്. പ്രൊഫൈൽ ഇൻക്ലൂഡ്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ വിത്ത് ഹൈ ക്യാമറ ക്വാളിറ്റി, പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ആണ്, ടാർഗറ്റഡ് മാർക്കറ്റ് മീൻസ് യങ് പ്രൊഫഷണൽസ് ആണ്, മാർക്കറ്റിംഗ് സ്ട്രോങ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ് ചെയ്യണേന്ന് വിചാരിക്കാം. അപ്പൊ കീ ഇൻസൈറ്റ്സ് എടുക്കുക. സ്ട്രെങ്ത്, ഒരു നല്ല ബ്രാൻഡ് ആണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് ആണ്. ഓപ്പർച്യൂണിറ്റി, ബഡ്ജറ്റ് സെഗ്മെന്റേഷൻ. ത്രെട്ട്, ന്യൂ അഫോർഡബിൾ ബ്രാൻഡ്. അപ്പോൾ ഏതായിരിക്കണം നമ്മുടെ ബഡ്ജറ്റ് കോമ്പറ്റീറ്റീവ് പ്രൊഫൈലിംഗ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഒരു സോട്ട് അനാലിസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. സോട്ട് മെട്രിക്സ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് വെച്ചിട്ട് ഒരു ക്ലോത്തിങ് സ്റ്റോറിന്റെ പറഞ്ഞേക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്യൂഷൻ സെന്ററിന്റെയും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് നോക്കിയിട്ട് സോട്ട് അനാലിസിസിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമ്പിൾ എടുത്തിട്ട് എക്സാമ്പിള് ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, അവരുടെ സ്ട്രെങ്ത് ഇതാണ്, വീക്ക്നെസ് ഇതാണ് എന്ന് വെച്ചിട്ട് എഴുതാം. ഇനി മാർക്കറ്റ് പൊസിഷനിങ്. മാർക്കറ്റ് പൊസിഷനിങ് പറഞ്ഞാൽ എന്താണ്? മീൻസ് ക്രിയേറ്റിംഗ് എ സ്ട്രോങ് ഇമേജ് ഓഫ് യുവർ പ്രൊഡക്റ്റ്. നമ്മൾ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഉണ്ടാവണം കമ്പയർ ടു ദ കോമ്പറ്റീറ്റർ. ഇപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് ആണെന്ന് വിചാരിക്കാം. എ കമ്പനി പൊസിഷനിങ് ഇറ്റ്സ് ഡ്രിങ്ക് അറ്റ് ഹെൽത്തി ആൻഡ് നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് ടു സോഡ. അപ്പൊ എല്ലാവരുടെയും മൈൻഡിൽ എന്താണ്, ഓക്കെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഇന്ന ബ്രാൻഡ് എടുക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. പൊസിഷനിങ് എലമെന്റ്, ദാറ്റ് ഇസ് ഇപ്പൊ നമുക്ക് നല്ലൊരു ക്യാമറ ഫോൺ വേണം, അപ്പൊ നമുക്ക് ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഒരു പറയും ഓക്കെ ആ ബ്രാൻഡാണ് നല്ലത്. എപ്പോഴും ആ ഒരു ബ്രാൻഡ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, അപ്പൊ സ്ലൈറ്റ്ലി ഹയർ പ്രൈസ് ആണ്. ഓർഗാനിക് ഇൻഗ്രീഡിയൻസ്, എക്കോ ഫ്രണ്ട്ലി ബോട്ടിൽസ്, ഹെൽത്ത് കോൺഷ്യസ് പീപ്പിളിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് സീ ഇറ്റ് എ ഹെൽത്തി ഡ്രിങ്ക്, നോട്ട് ആൻഡ് ജസ്റ്റ് അനദർ സോഡ. അപ്പൊ ഇവിടെ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ പറഞ്ഞു, ബെസ്റ്റ് ക്യാമറ വെച്ചിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി ലവേഴ്സിനെ ആയിരിക്കും ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് പൊസിഷനിങ് സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ, എഗെയിൻസ്റ്റ് ദ കോമ്പറ്റീറ്റർ. കോമ്പറ്റീറ്റർ എന്ന് പറയുന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ബെറ്റർ ദാൻ ദ ലീഡിങ് ബ്രാൻഡ്സ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്, ലൈക്ക് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്
സോറി, പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റ് ആസ് ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ടീത്ത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനായിട്ട് usage occasion, that is energy drink promoted for perfect workout and late night study. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ലേറ്റ് നൈറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതും വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നവരായിട്ടുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അത്. പിന്നെ ടാർഗറ്റ് യൂസേഴ്സ്, ലക്ഷറി ബ്രാൻഡ്, ദാറ്റ് ഇസ് ഹൈ ഇൻകം പ്രൊഫഷണൽസിനായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. ദെൻ കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിനുവേണ്ടി നമ്മൾ സർവേസ് എടുക്കാൻ പറ്റും, കസ്റ്റമർ ഇന്റർവ്യൂസ്, ഇൻ ആപ്പ് ഫീഡ്ബാക്ക്. അപ്പൊ ആപ്പിൽ തന്നെ നമുക്ക് ഫീഡ്ബാക്സ് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചോൺ ഫീഡ്ബാക്ക്, ആസ്ക് യൂസർ ഹു അൺഇൻസ്റ്റാൾഡ് വൈ യു ആർ ലീവിങ്. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലീവ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കില്ല എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ലീവ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതൊക്കെ എന്താണ്, ആപ്പിന്റെ ഭാഗത്ത് നിന്ന് അവർ എന്ത് ചെയ്യാണ്, ഇൻസൈറ്റ്സ് എടുക്കണേന്ന്, ഡേറ്റ എടുക്കണേന്ന്, എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റിന് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ലേറ്റ് ഡെലിവറിനെ പറ്റിയിട്ട് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഡെലിവറി ടൈം ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഈസി ഇന്റർഫേസ് ആണ്. അപ്പോൾ കമ്പനി ഹൈലൈറ്റ്സ് ഇറ്റ് ഇൻ മാർക്കറ്റിംഗ്. അപ്പൊ എപ്പോഴും എന്താണ്, ഫീഡ്ബാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്ത് കാര്യത്തിനാണെങ്കിലും ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫീഡ്ബാക്കിനെ പറ്റി ഹൈലൈറ്റ് ചെയ്ത് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, ബിൽഡ് ദ ട്രസ്റ്റ്, ഐഡന്റിഫൈ ദ പ്രോബ്ലംസ് ക്വിക്ലി. ഇനി പ്രൈസിങ് അനാലിസിസ്. പ്രൈസിങ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഡിസൈഡ് ദ ബെസ്റ്റ് പ്രൈസ് ഫോർ ദ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ബെസ്റ്റ് പ്രൈസ് ഫോർ ദ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. എന്താണ് ബെസ്റ്റ് പ്രൈസ് ഒരു പ്രൊഡക്റ്റിന്റെ? ലൈക് ക്ലോത്തിങ് ബ്രാൻഡ് എടുക്കണമെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് എടുക്കും, ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എടുക്കും. അതുപോലെ തന്നെ ലീഗൽ എത്തിക്കൽ ലിമിറ്റ്സിന് അൺഫെയർ ആയിട്ടുള്ള പ്രൈസ് എടുക്കാതെയും ഇരിക്കും. എന്നിട്ട് ആസ് ദ കസ്റ്റമർ എത്ര രൂപക്കാണ്, നമുക്ക് സർവേ ചെയ്ത് ചോദിക്കാൻ പറ്റും, ഞാൻ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപ അതിൽ മുടക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അനദർ എക്സാമ്പിൾ ആണ് റൈഡ് ഷെയറിംഗ് ആപ്സ്. ദാറ്റ് ഇസ് റൈഡ് ഷെയറിംഗ് ആപ്സ് നമ്മുടെ ഇവിടെ ഇല്ല അധികം. ഇപ്പോൾ യൂബർ പോലെയുള്ള ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ അവരുടെ മിനിമം പ്രൈസ് എത്രയായിരിക്കും, ഇത്ര കിലോമീറ്ററിന് എത്രയായിരിക്കും, സ്ട്രാറ്റജി എന്താണ്, ലൈക്ക് ഇനീഷ്യലി ഉള്ള ഒരു 5 കിലോമീറ്റർ ഫ്രീ, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്റേഴ്സിനും ഇത്ര രൂപ വെച്ചിട്ട് ചാർജിങ്, അങ്ങനെ പലതും ആവാം. അപ്പൊ ഇതൊക്കെ എന്തിനാണ്, കസ്റ്റമേഴ്സിനെ എപ്പോഴും നമ്മൾ അട്രാക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ ഫീഡ്ബാക്ക് ഒക്കെ എന്തിനാണ് എപ്പോഴും ഹെൽപ്ഫുൾ ആവുക, മാർക്കറ്റിംഗിലാണ് എപ്പോഴും ഹെൽപ്ഫുൾ ആവുക. ഇനി ഡിഫറൻഷിയേറ്റിംഗ് സ്ട്രാറ്റജി means making your product unique and different from the competitors so the customer prefers it. നമ്മുടെ പ്രൊഡക്റ്റ് യുണീക്ക് ആക്കുക, അതാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ചോക്ലേറ്റ് ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയാണ് ഡാർക്ക് ആൽമണ്ട് വീഗൻ ആണ് എന്നൊക്കെ പറയും, പ്രീമിയം ബ്രാൻഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ കുറെ പേർക്ക് അതിൽ അട്രാക്റ്റഡ് ആവും. ചിലപ്പോൾ ചിലർ ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ളത് മാത്രം കഴിക്കുന്നവരൊക്കെ അത് പ്രിഫർ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ യൂണീക്ക് ആക്കാൻ പറ്റുക? അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓൺലൈൻ ലേണിംഗ് ആപ്പ് ഉണ്ട്, മിനി ആപ്പ് ടീച്ചേഴ്സ് ദ സെയിം സബ്ജക്ട്സ്. അപ്പോൾ നമ്മുടെ ആപ്പിൽ എന്താണ്, ഇന്ററാക്റ്റീവ് വീഡിയോസ് ഉണ്ട്, ഗെയിമിഫൈഡ് ലേണിംഗ് ആണ്, പേഴ്സണൽ മെന്റർഷിപ്പ് ആണ് എന്നൊക്കെ പറയുമെങ്കിൽ കുറെ പേര് അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും. ഇനി കോമൺ ഡിഫറൻഷിയേഷൻ ഫാക്ടേഴ്സ് ലൈക്ക് ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് പറയാം, ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്താം, ടെക്നോളജി എന്തെങ്കിലും ഇന്നോവേഷൻ ടെക്നോളജി യൂസ് ചെയ്യാം, ബ്രാൻഡ് ഇമേജ് പ്രീമിയം ഫീൽ തരുന്നതാവാം, സർവീസ് അതിനെ ബേസ് ചെയ്തിട്ടും ആവാം. ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ റെഡ്യൂസ് ദ പ്രൈസ് കോമ്പറ്റീഷൻ, സ്ട്രോങ് ബ്രാൻഡ് ലോയാലിറ്റി, ഹൈ പ്രോഫിറ്റ് മാർജിൻ, യുണീക്ക് ഐഡന്റിറ്റി ഇൻ ദ മാർക്കറ്റ്, ലെസ് പ്രഷർ. ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. എന്തിനാണ്? ഇനി സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്ത് എന്താന്ന് കണ്ടുപിടിക്കുക, അതിൽ റിസർച്ച് ചെയ്യുക, റിസർച്ച് ദ കസ്റ്റമർ, അതിനുശേഷം ഒരു യുണീക്ക് ഫീച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ടെൽ യുവർ ബ്രാൻഡ് സ്റ്റോറി, നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റോറി പറയുക. ബിൽഡ് സ്ട്രോങ് ബ്രാൻഡ് ഇമേജ്, ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് കമ്പയറിങ് യുവർ ബിസിനസ് പെർഫോമൻസ് വിത്ത് അതേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ടു ഇംപ്രൂവ്. നമ്മുടെ പ്രൊഡക്റ്റിനും ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, അതിനുശേഷം അതിനെ ഇംപ്രൂവ് ചെയ്യുക. ഫസ്റ്റ് വൺ, ബെഞ്ച് മാർക്കിങ്ങിന്റെ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്.
ബെഞ്ച് മാർക്ക് ചെയ്യാണ് കോമ്പറ്റീറ്റേഴ്സ് സെർവ് ഫുഡ് ഇൻ 10 minutes. പക്ഷെ നമ്മുടെ റെസ്റ്റോറൻറ്റ് 20 minutes എടുക്കും. അപ്പൊ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? സ്റ്റാഫ്സിനെ ട്രെയിൻ ചെയ്യണം, കിച്ചന്റെ പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കണം. ഇനി ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എടുക്കണമെങ്കിൽ അവരുടെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെലിവറി ടൈം വിത്തിൻ 2 days, നമ്മുടെ 5 days. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മുടെ ലോജിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കണം. ഇനി ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഇന്റേണൽ ഉണ്ട്, ചിലപ്പോൾ ഒരു കമ്പനി വിത്തിൻ ദ കമ്പനി വെച്ച് തന്നെ ആവാം. കോമ്പറ്റീറ്റീവ് മീൻസ് കോമ്പറ്റീറ്ററിനെ വെച്ചിട്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷണൽ ഏതെങ്കിലും ഇൻഡസ്ട്രി ലീഡേഴ്സിനെ വെച്ചിട്ട്. ഇനി ബെനിഫിറ്റ് എന്താണ് ഇതിന്റെ? ഐഡന്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്പ്, എവിടെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. എഫിഷ്യൻസി കൂട്ടാൻ ശ്രമിക്കും, ഒരു ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, ഇൻക്രീസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇനി എന്തൊക്കെ സ്റ്റെപ്പാണ് ബെഞ്ച് മാർക്കിങ്ങിലുള്ളത്? എന്താണ് മെഷർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏതാണ് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഗോള് സെലക്ട് ചെയ്യുക, അതിനെ കമ്പയർ ചെയ്യുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്മോൾ മൊഡ്യൂൾ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മീൻസ് എക്സാമിന് എഴുതുമ്പോൾ സിമ്പിൾ ആണ്, ബട്ട് ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ലൈക്ക് റിയൽ ലൈഫിലോട്ട് എടുക്കുക. ജസ്റ്റ് എക്സാമിന് എഴുതിയിട്ട് പോലല്ലാതെ ഇത് കുറച്ചും കൂടി റിയൽ ലൈഫിലോട്ട് എടുക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. ലൈക്ക് ഒരു അഡ്വൈസ് പോലെ പറയാ, സീരിയസ്ലി ഈ ഒരു മൊഡ്യൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. ഇഫ് യു ആർ ഗോയിങ് ടു ഡു ലൈക്ക് ബിസിനസ് ഓർ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മൊഡ്യൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഫോർ മൊഡ്യൂൾ 2. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 തീർന്നു. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 3 ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. ഓൾസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ടാവും. ഓർ എല്ലാവർക്കും മിസ്സാവുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റി ചാനലിലല്ല പേജിൽ ഞാൻ ആ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ലിങ്കിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആ നോട്ട്സ് എടുക്കുക, പഠിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.